ടയർഡായിരിക്കുന്നത് കൊണ്ടായിട്ട് ടയർഡായിരിക്കും. ത്രീ മേലെ 3 വെച്ചിരിക്കാം. 2:30 മേലെ. ഓക്കെ. എന്താ ആ walking mean walk nicely. Stop walking meaning. Really? Huh? ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് കോട്ടഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് ഞങ്ങളുടെ പ്ലാനിങ് അനുസരിച്ച് ഊട്ടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻ്റണി എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ടൊരു ചേട്ടനുണ്ട് കോട്ടഗിരി. അപ്പോൾ അദ്ദേഹമായിട്ട് വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോട്ടഗിരിയിലെ കാലാവസ്ഥയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് നിങ്ങൾ 2 ദിവസം സ്റ്റേ ചെയ്തിട്ട് ഊട്ടിക്ക് പോകാനാണ് പറഞ്ഞത്. കാരണം ഇതൊരു യൂറോപ്പിൻ്റെ ആയിട്ടുള്ളൊരു കാലാവസ്ഥ തന്നെയാണ് ഇവിടെ ഉള്ളത്. അത് നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും.
പക്ഷെ വന്നിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വരണം. ഞങ്ങൾ വന്നത് നേരെ തുറവൂരിൽ നിന്ന് ധൻബാദ് എക്സ്പ്രസ് ഉണ്ടല്ലോ, രാവിലെ 6:35 അതിന് കോയമ്പത്തൂർ വന്ന് ഒരു 12 എത്തി. കോയമ്പത്തൂരിൽ നിന്ന് ഗാന്ധിപുരം എന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡിലേക്ക് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ബസ് കയറി ഇറങ്ങി ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്നും ഞങ്ങൾ നേരെ മറ്റേ ഇവിടെ മേട്ടുപ്പാളയം ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി. മേട്ടുപ്പാളയത്തു നിന്ന് കോട്ടഗിരി ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് അവിടെ നിന്നാണ് ഈ സ്റ്റോപ്പിലേക്കുള്ള ബസ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ വന്നിറങ്ങിയപ്പോൾ ആൻചേട്ടൻ ഓൾറെഡി ആ ബസ്സിൽ ഇടയ്ക്ക് വെച്ച് കയറിയായിരുന്നു. വന്നപ്പോൾ തന്നെ കാലാവസ്ഥയുടെ ഒരു വ്യത്യാസം ഭയങ്കരമായിട്ടൊരു ഫീൽ ചെയ്ത് കേട്ടോ. നല്ല രസമാണ്. എല്ലാവരും വന്നിട്ടില്ലാത്തവരൊക്കെ ഇവിടെ തീർച്ചയായിട്ടും വരണം. ഇവിടെ ഈ നീലഗിരി ഡിസ്ട്രിക്റ്റും ഈ കോട്ടഗിരിയായിട്ട് ബന്ധപ്പെട്ട് കഥയുണ്ട്. നമ്മുടെ പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇവിടുത്തെ കളക്ടറായിരുന്ന അദ്ദേഹത്തിൻ്റെ പേരിലൊരു മ്യൂസിയം വരെ ഇവിടെ ഉണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവും ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് നീലഗിരി ഡിസ്ട്രിക്റ്റിൻ്റെ ഉള്ളിൽ കോട്ടഗിരി എന്ന് പറഞ്ഞ സാധനം കണ്ടുപിടിക്കുന്നത്. അന്ന് നീലഗിരി ഡിസ്ട്രിക്റ്റ് ഇല്ല, നീലഗിരി കാടുകളാണ് ഇവിടെ. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ സേനയിൽപ്പെട്ട 2 പേര് ഈ മോഷ്ടാക്കളെ പിന്തുടർന്നെത്തി. ഈ കാടുകളിലൂടെയാണ് മോഷ്ടാക്കളെ പിന്തുടർന്ന് ഈ കോട്ടഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേർന്നത്. അപ്പോൾ അവർക്കിവിടെ യൂറോപ്പിൻ്റെ ആയിട്ടുള്ളൊരു കാലാവസ്ഥ ഫീൽ ചെയ്യുകയും അത് തിരിച്ച് ആ കളക്ടറെ പോയി വിവരറിയിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാം ഇവിടെ വരികയും ഈ സ്ഥലത്ത് ബംഗ്ലാവ് പണിയുകയും റോഡൊക്കെ നിർമ്മിച്ചത് അവരാണ്. അപ്പം അത്രയും നല്ലൊരു കാലാവസ്ഥയാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞു. എൻ്റെ ഭവതി തണുപ്പ് കാരണം തിരിഞ്ഞിരിക്കണ്. കാരണം തണുത്തിങ്ങനെ വിറച്ചിട്ടിരിക്കും. കൈയൊക്കെ അതേ മരവിച്ചിരിക്കുക. കൈ ഇങ്ങനെ മടക്കാൻ പറ്റുന്നില്ല. ഇവിടെ സ്റ്റിഫായി. ഞങ്ങൾക്ക് റൂമൊക്കെ ഇവിടെ അറേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ വന്നിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇവിടെ വരണം. ഞങ്ങളിനി ഒന്നെങ്കിൽ 2 ദിവസം തന്നെ ഇവിടെ സ്റ്റേ ഉണ്ടാവും. കാരണം ഇവിടെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാനുണ്ട്. അതിനുശേഷം ഊട്ടിക്ക് പോകണം. മിക്കവാറും ഇവിടുന്ന് കണക്റ്റഡ് ബസ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ മേട്ടുപ്പാളയം ചെന്നിട്ട് വേണം ഊട്ടിക്ക് പോകാനായിട്ട്. അപ്പോൾ മറ്റേ ടോയ് ട്രെയിനിൽ കയറാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് കിട്ടുമെങ്കിൽ അങ്ങനെ തന്നെ പോകും. പിന്നെ അത് കഴിഞ്ഞ് അടുത്തത് ചിലപ്പോൾ ഒരു മൈസൂർ ട്രിപ്പാണ് പ്ലാൻ ചെയ്യിക്കുന്നത്. അത് ബസ് ഈ പറഞ്ഞ മേട്ടുപ്പാളയത്തിൽ നിന്നും ഉണ്ട്, അതല്ലാതെ കോട്ടഗിരിയിൽ നിന്ന് ബസ് ഉണ്ടെന്നാണ് ആന്റണി ചേട്ടൻ പറഞ്ഞത്. നമുക്കെന്തായാലും എൻജോയ് ചെയ്യാം. എല്ലാവരുടെയും ലൈഫ് ആസ്വദിക്കാനുള്ളതാണ്. സമയം പോലെയൊക്കെ ഇതുപോലെ യാത്രകൾ ചെയ്യണം, സന്തോഷകരമായിട്ട് ജീവിക്കണം എല്ലാവരും. അപ്പോൾ ബാക്കിയുള്ള വീഡിയോകളിലൂടെ കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി ചെയ്യുന്ന പാചകങ്ങളും പിന്നെ ഞങ്ങൾ ചെയ്യുന്ന യാത്രകളും അടങ്ങിയൊരു ചാനലാണ്. അപ്പോൾ അതിൽ കൂട്ടുകാരുടെയൊക്കെ എല്ലാവരും പറയണം. അപ്പോൾ യാത്രകൾ തുറന്നും ചെയ്യണം എല്ലാവരും. അപ്പോൾ ഓക്കെ, ബൈ. തണുത്തിറക്കി ബൈ. എന്താ ഇതെന്റെ ഫ്ലവർ കണ്ടോ? ശരിയല്ലേ? ഹായ്, ഹലോ. തണുത്ത് വിറച്ചിട്ടിരിക്കുകയാണ്. ഞാനേ കുറച്ച് മുമ്പ് പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് നമ്മൾ ഈ കോട്ടഗിരിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഏത് ബസ്സിനാണ് കയറേണ്ടതെന്നുള്ളത്, അതായത് ഈ പ്രദേശത്തേക്കുള്ള പറയാൻ മറന്നുപോയതാണത്. അത് KMF വഴിയുള്ള ബസ്സാണ്. KMF വഴിയുള്ള ബസ്സിനാണ് കയറേണ്ടത്. KMF എന്നാണ് ആ ബസ് സ്റ്റോപ്പിൻ്റെ പേര്. ആ ബസ് സ്റ്റോപ്പിൽ തന്നെ ഹോസ്പിറ്റലുണ്ട്, പള്ളിയുണ്ട്. അതിൻ്റെ ആ സൈഡ് നമ്മൾ ഇറങ്ങുന്നതിൻ്റെ സൈഡിൽ തന്നെയാണ് ഹൈഫീൽഡ് ക്യാമ്പസ്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ താമസിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഹൈഫീൽഡ് ക്യാമ്പസിൻ്റെ ഒരു ഹെറിറ്റേജ് ഒരു പ്രദേശമാണ്, ഹെറിറ്റേജ് ഏരിയയാണ്. നല്ല രസമാണ്. ഇവിടെ മൊത്തം ഗാർഡനൊക്കെ ചെയ്ത് ഭയങ്കര രസമായിട്ടാണ് ഇവിടെ കീപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആനിച്ചേട്ടനാണ് നല്ല സൗകര്യമൊക്കെ ഒരുക്കി തന്നിരിക്കുന്നത്. കാരണം ആനിച്ചേട്ടൻ ഒരുപാട് വർഷമായിട്ട് കോട്ടഗിരിയിലാണ്, അതായത് ഈ ഹൈഫീൽഡ് ക്യാമ്പസുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിലാണ് ആൾ നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള ബന്ധമാണ് ആനിച്ചേട്ടൻ്റെ. ആനിച്ചേട്ടൻ തുറവൂരുകാരനാണ്. ഇപ്പം സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. വീഡിയോ ആണത്. പാട്ട് പറഞ്ഞോ? This dog is from here? Not from Eiffel. I'm Eiffel neighbor. Okay. Just walking here. What is his name? He or she? Tiger.
Tiger. Tiger. Hi. Not going to be bite. No, he's good. നോസാർക്ക് ആ കേട്ടിട്ടുണ്ട് അതിന്റെ ആകൃതിയാണല്ലേ ചെയ്തിരിക്കണല്ലേ ശരി തണുപ്പ് നിറച്ചിട്ടിരിക്കട്ടെ അന്യ തണുപ്പാണ് കേട്ടോ ഇവിടെ കോട്ടഗിരി സൂപ്പർ ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. ഞങ്ങളിപ്പോ അപ്പുറത്തെ ഇവരുടെ പ്രെയർ ഹാളിൽ നിന്ന് സംസാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടേ വിറച്ചാണ് അകത്ത് കയറിയിട്ട് ഇതിൻ്റെ അകത്ത് കയറിയത്. അയ്യോ ഇപ്പൊ സമയം രാവിലെ 6:15. നല്ല മഞ്ഞ് വീശുന്നുണ്ട്, കാറ്റിന് നല്ല തണുപ്പാണ്. പക്ഷെ കോടമഞ്ഞ് കാണുന്നില്ല. നമ്മുടെ പ്രദേശങ്ങളെ പോലെയൊക്കെ അത്യാവശ്യം 6 മണി കഴിയുമ്പോഴുള്ള ഒരു തെളിച്ചം ഇവിടെയുണ്ട്. ഇപ്പം നിങ്ങളെയൊക്കെ ഞാൻ രാവിലെ കാണിച്ച അതേ സ്ഥലം തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ മണി 8:15 കഴിഞ്ഞു. ഇവിടുത്തെ കാലാവസ്ഥ, ഇവിടുത്തെ ആകാശം, ഇവിടുത്തെ പൂക്കൾ എന്താ എന്ത് രസമാണ്. വെയിലൊക്കെ വീണിട്ട് ഇവിടെ കാണാൻ നല്ല രസമല്ലേ. കാറ്റാടിക്കൂട്ടങ്ങൾ ഭയങ്കര രസമാണ്. അതായത് വലുതും ചെറുതായിട്ട് ഒരുപാട് കാറ്റാടിക്കൂട്ടങ്ങളുണ്ട്. ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. നിങ്ങളെല്ലാവരും പറഞ്ഞു, ഞാൻ ഇന്നലെ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു ഞങ്ങളിപ്പോൾ ഇവിടെ നേരെ പുനൂര് പോവാണ്. അവിടെ നിന്ന് മിക്കവാറും ഡയറക്റ്റ് ഊട്ടിക്ക് പോകും. എന്നിട്ട് പിന്നെ റിട്ടേൺ ഇവിടെ തന്നെ ആണ്, കാരണം ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നു. ഈ ബസ് സ്റ്റോപ്പ് ഇവിടെ അടുത്ത് തന്നെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, റോഡ് കാണാൻ പറ്റുമല്ലോ, അതാണ് ബസ് സ്റ്റോപ്പ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ. ഇന്നലെ നമ്മൾ കയറി വന്നത് ആ ബസ് സ്റ്റോപ്പിൽ നിന്നായിരുന്നു.